നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓട്ടോയിൽ കയറി പോയെന്നോ? അവൾ എങ്ങോട്ടാ പോയത്? അവള് ധനുഷിനെ കാണാൻ വേണ്ടി പോകുന്നതാ സച്ചേട്ടാ. എനിക്ക് അങ്ങനെ തോന്നുന്നേ. വീട് ഇത്ര അടുത്താണെന്ന് അറിഞ്ഞിട്ടും ഞാൻ വന്ന് കുഞ്ഞിനെ ഒന്ന് കാണാതെ പോകുന്നത് എനിക്ക് എന്തോ പോലെയാ. ശിവരമായിട്ട് നിൽക്ക, ഞാൻ പ്രസാദം മേടിച്ചിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഇതാ കുഞ്ഞെ വീട്. മോള് കരയാണല്ലോ. ആ കുഞ്ഞിവിടെ ഇരിക്കും, ഞാൻ അവരെ വിളിക്കാം. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം വൃത്തിയാക്കാനൊന്നും സമയം കിട്ടിയില്ല. വീട് മുഴുവൻ അലങ്കോലായി കിടക്കുക. അതൊന്നും സാരമില്ല, ഞാൻ അകത്ത് ചെന്ന് കണ്ടോളാം. എന്തിനാ മോള് കരയുന്നത്? അറിയില്ല, കൊറേ നേരമായി തുടങ്ങിയിട്ട്. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. എന്താണ്? ഈശ്വര, ഇപ്പോഴാ സമാധാനമായത്. ഞാൻ എത്ര നേരമായിട്ട് ശ്രമിക്കുന്നതാണെന്ന് അറിയാമോ? അർച്ചന എടുത്തപ്പോ സ്വിച്ച് ഇട്ട പോലെയല്ലേ മോളെ കരച്ചിൽ നിർത്തിയത്. വീട്ടിലെ മോള് ഇതുപോലെ തന്നെയാ. ഞാൻ എടുക്കുമ്പോ കരച്ചിൽ നിർത്തും. ആതിരയുടെ കൂടെ ഇരിക്കുന്നതിനേക്കാളും സമയം എന്റെ കൂടെയാ. അതുകൊണ്ടാവും. എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ ജീവന. എത്ര നേരം വേണമെങ്കിലും ഞാൻ അവരോടൊപ്പം ഇരിക്കും. ഏട്ടൻ എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുകയല്ലേ? ട്രീറ്റ്മെന്റും എടുത്ത് മുടങ്ങാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്ത ഈശ്വരൻ അത് കേൾക്കാതിരിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനും ഏട്ടനും തന്നെയാ. അല്ലേ ഏട്ടാ? അതെ അതെ. എത്ര നാള് കാത്തിരുന്നു എന്നറിയോ? ആദ്യം 2 പ്രാവശ്യം ആയതായിരുന്നു. പക്ഷേ എന്തൊക്കെയായാലും കുഞ്ഞില്ലാത്തത് വലിയൊരു കുറവ് തന്നെയാണ്. എന്തോരം അനുഭവിച്ചു. അതേപ്പറ്റിയൊക്കെ ഓർത്താ കുറേയുണ്ട്. അതൊക്കെ പോട്ടെ. അർച്ചന ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ അതോ? ഞാൻ അപ്പുറത്തെ അമ്പലത്തിൽ വന്നതാ. അപ്പോ ശിവരാമേട്ടനെ കണ്ടു. അടുത്ത വീടെന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അത്രേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കൽ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചാ മതി. ഏറെക്കുറെ ദുഃഖങ്ങളൊക്കെ ഈശ്വരൻ നോക്കിക്കോളും. അയ്യോ, ഞാൻ കാര്യം പറഞ്ഞു നിന്ന് മറന്നുപോയി. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട ചേച്ചി. എന്നാ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. ഒന്നും വേണ്ട. വേണ്ടാത്തോണ്ട. അതിനൊക്കെ വേറെ ദിവസം വരാം. അർച്ചനയും സച്ചിസാറും വാങ്ങി തന്ന ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഏട്ടൻ കൊണ്ടുവന്ന് തന്നായിരുന്നു. വലിയ നന്ദിയുണ്ട് കേട്ടോ. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ വീട്ടിലെ മോക്ക് വാങ്ങിയപ്പോ അതിന്റെ കൂടെ വാങ്ങിയതാ. രണ്ടുപേരും ഒരേ ദിവസമല്ലേ. അവിടുത്തെ മോക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങാൻ പോയാ ഈ മോളുടെ കാര്യം ഓർമ്മ വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. അയ്യോ, കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ടെന്ന് ഉറപ്പാണോ? വേണ്ട ചേച്ചി, സമയം കിട്ടുമ്പോ ഞാൻ വരാം. ശരി എന്നാ. ഇറങ്ങട്ടെ ശിവരാമേട്ട. നെല്ലിശ്ശേരി പോലെ വലിയൊരു വീട്ടിലുള്ള കൊച്ച. അതിന്റെ ഒരു അഹങ്കാരമില്ല. പാവം. പിന്നെ പാവം. ബാക്കിയുള്ള ഇത്രയും നേരം നിന്ന് ഉരുവായിരുന്നു. എന്തിന്? അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ?
അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഇങ്ങേർക്കിത് എന്തു പറ്റി? ചേട്ടാ ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്കൂ. സ്നേഹേ, സ്നേഹ, ചേട്ടാ പെട്ടെന്ന് വണ്ടി എടുക്കുക. ആ ഓട്ടോയുടെ പുറകെ പോ. ആ അർച്ചന, സച്ചേട്ടാ ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസില്. എന്താ? ഓട്ടോയിൽ കയറി പോയെന്നോ? അവൾ എങ്ങോട്ടാ പോയത്? അവള് ധനുഷിനെ കാണാൻ വേണ്ടി പോകുന്നതാ സച്ചേട്ടാ. എനിക്ക് അങ്ങനെ തോന്നുന്നേ. അവളുടെ യാത്ര അത് തടഞ്ഞേ പറ്റൂ. സ്നേഹം ധനുഷും ഇനി മുഖാമുഖം കാണാൻ പാടില്ല. അവൻ ഓരോന്ന് പറഞ്ഞ് ഇനി അവളെ വശത്താക്കും. സച്ചേട്ടൻ ഒന്ന് വേഗം ഇതുവരെ ഒന്ന് വരാമോ? ആ വരാം. താൻ അങ്ങോട്ട് ചെല്ല്. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി സച്ചേട്ടാ. അയ്യോ, മുന്നിലുണ്ടായിരുന്ന ഓട്ടോ കാണുന്നില്ലല്ലോ. ചേട്ടാ ഒന്ന് വേഗത്തിൽ പോവോ? സബ് ജയിലിലേക്ക് ആ വഴിയായിരിക്കില്ലേ എളുപ്പം? ആ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.